മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇടുക്കി മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ, ഗതാഗതം തടസ്സപ്പെട്ടു. ബിനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. ബിനീഷ്, മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. റോഡിന്റെ നടുഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ഗതാഗത തടസ്സം നേരിടുന്നു. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇപ്പോഴും ഗതാഗത തടസ്സം തുടരുകയാണോ? അല്പം മുമ്പാണ് ഈ അന്തർ സംസ്ഥാന മൂന്നാർ ഉദുമൽപേട്ട് അന്തർ സംസ്ഥാന പാതയിൽ പെരിവാരയ്ക്ക് സമീപം വ്യാപകമായ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ഇപ്പോഴും ഗതാഗത തടസ്സം തന്നെയാണ് ഈ മേഖലയിൽ. അതോടൊപ്പം തന്നെ ഗ്യാപ്പ് റോഡിലും ജില്ലാ ഭരണകൂടം യാത്രാ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ ഇവിടെ പോലീസിനോട് ഇവിടെയുള്ള യാത്രാ നിരോധനം ഏർപ്പെടാൻ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിലും പല ഭാഗങ്ങളിൽ മണ്ണിടിച്ചൽ രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിലും നീരൊഴുക്ക് വർദ്ധിച്ച ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാണുന്നത്. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 3 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഈ മുദ്രപ്പുഴയാണ് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയാണ് മൂന്നാറും സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. ഉരുൾപൊട്ടൽ ഭീതിയുള്ളതിനാൽ തീർച്ചയായും ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ തന്നെയാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാറിലെ അന്തോണിയർ കോളനി താമസിക്കുന്ന ആളുകളെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഒരു ഉച്ചയോടെ എയർലി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച മണ്ണിടിച്ചിൽ മുന്നോടിയായി എയർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ എയർലി വാർണിംഗ് സിസ്റ്റം അലാറം പുറപ്പെടുവിക്കുകയായിരുന്നു. ഏതായാലും ഇവിടെയുള്ള ജനങ്ങളെയും മാറ്റാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി, അതോടൊപ്പം തന്നെ നിരവധി വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകാൻ തന്നെ തഹസിൽദാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ പല ആളുകളെയും ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ വേണ്ടി വന്നാൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ക്യാമ്പുകൾ തുറക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ മഴയും കാറ്റുമാണ് പല മേഖലകളിലും ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി തടസ്സവും പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുള്ളതിനാൽ മരം കടപുഴകി വീഴാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രാ നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ് രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മൂന്നാർ ഇക്കാംനഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൈത്തോടുകൾ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെയുള്ള ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഏതായാലും ഇവിടെയും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൺട്രോൾ റൂമും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സഹായം വേണ്ടി വന്നാൽ ഈ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ച് ആളുകൾ മാറേണ്ടതാണെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് പറയാനുള്ളത്. ശരി, ബിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതികളും തുടരുന്നു. പലയിടങ്ങളിലും മരം